ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി സദ്യയിലൊക്കെ വിളമ്പുന്ന മാങ്ങാച്ചാറാണ്. തിരുവനന്തപുരത്ത് ഈ സദ്യക്ക് വിളമ്പുന്ന മാങ്ങാച്ചാറിനെ മാങ്ങ കറി എന്നും പറയാറുണ്ട് കേട്ടോ. അച്ചാർ തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മാങ്ങയാണ്. ഒത്തിരി മെനക്കേടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. ഇനി മാങ്ങ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. കഴിഞ്ഞ ഒരു മാസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ല, വളരെ ബിസി ആയിരുന്നു. ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് ഇന്ത്യയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞ് മടങ്ങി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ വീഡിയോ റെഗുലറായിട്ട് ഇടുന്നതായിരിക്കും. ഇതുപോലെ ചെറിയ നൈസായിട്ടുള്ള പീസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം അത് വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാ പീസും നല്ല ഈവൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ പുറമേ നല്ല പച്ചയാണെങ്കിൽ അകത്ത് ചെറിയ മഞ്ഞ കളർ വന്നിട്ടുണ്ട്. നല്ല സാരമില്ല, ചെറിയ മധുരവും പുളിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ബാക്കിയുള്ള മാങ്ങയും ഇതുപോലെ അരിഞ്ഞെടുക്കാം. നാല് മാങ്ങയും കൂടി അരിഞ്ഞെടുത്തപ്പോഴേക്കും ഇത്രയും അളവിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് ഇത് തയ്യാറാക്കി വെക്കുന്നത്. മാങ്ങ അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഈ പാത്രത്തിൽ സ്പൂൺ ഒന്നിട്ട് ഇളക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ തന്നെ മതിയാവും. ആ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഈവൺ ആയിട്ട് മിക്സായി കിട്ടുന്നതായിരിക്കും. ഇനി ഇതൊരു അടപ്പ് വെച്ച് അടച്ച് മാറ്റി വെക്കാം. ഇനി അടുത്ത ദിവസം രാവിലെയാണ് ഇത് നമ്മൾ തുറന്നു നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും മാങ്ങയുടെ നീരൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും. നമുക്കിനി മാങ്ങ അടച്ചു വെച്ചത് തുറന്നു നോക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ റീഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചെറുതായി ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തലേദിവസം നമ്മൾ റെഡിയാക്കി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. ആ മാങ്ങ ഇരുന്ന ആ പാത്രത്തിൽ താഴെയായിട്ട് മാങ്ങയുടെ നീരൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി തിളയ്ക്കുന്ന വെള്ളമൊന്നും ആയിക്കളയരുത്. പക്ഷെ നമ്മൾ
ചെറിയ ചൂടല്ല, കുറച്ചുകൂടെ ചൂട് വേണം. ഇനി ആ മാങ്ങ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാങ്ങയിലുള്ള നീര് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അച്ചാർ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും ഒരു മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അച്ചാറിന് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയോണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ്. ഇനി അച്ചാർ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കാരണം ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെ പച്ച സ്മെല്ല് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കളയരുത് കേട്ടോ. അപ്പോൾ സദ്യയിലൊക്കെ വിളമ്പുന്ന മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അച്ചാർ ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരുപാട് മാസങ്ങളോളം ഇത് കേടുകൂടാതിരിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.